ഗുഡ് മോർണിംഗ്. നിങ്ങളൊരു നാടിൻ്റെ പ്രശ്നങ്ങളുമായിട്ടാണ് ഇവിടെ എത്തിയത്. നിങ്ങൾക്കൊക്കെ അറിയാം, ഫ്രഷ് കട്ട് എന്ന മാലിന്യ സംസ്കരണ പ്ലാന്റ് 2019 കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് അനുമതി കൊടുത്ത കട്ടിപ്പാറ പഞ്ചായത്തിൻ്റെ ഒരു എൻഡിൽ പ്രവർത്തിക്കുന്ന മാലിന്യ സംസ്കരണ പ്ലാന്റാണ്. അന്ന് അവര് ജില്ലാ പഞ്ചായത്തുമായി കരാറുണ്ടാക്കി ജില്ലയിൽ മറ്റൊരു പ്ലാന്റ് അനുവദിക്കരുതെന്നും അതുപോലെ കോഴിക്കോട് ജില്ലയിലുള്ള എല്ലാ കോഴിക്കടകൾക്കും ലൈസൻസ് കിട്ടണമെങ്കിൽ ഇവരുടെ NOC ഉണ്ടെങ്കിൽ മാത്രമേ ലൈസൻസ് കൊടുക്കാമെന്ന് അവർ അന്ന് കരാറുണ്ടാക്കി. 30 ടണ്ണാണ് ഇവർക്ക് അവിടെ സംസ്കരിക്കാനുള്ള ഈ പ്ലാന്റ് സംസ്കാരികൾ അനുമതി കൊടുത്തിരുന്നത്. കോഴിക്കോട് ജില്ലയിലുള്ള ഏകദേശം ഞങ്ങളെ കണക്കനുസരിച്ച് 150 ടണ്ണോളം മാലിന്യം ഈ ഒരു ചെറിയ പ്രദേശത്ത് ജില്ലയിലെ 74 പഞ്ചായത്തുകളും കോർപ്പറേഷനും മുനിസിപ്പാലിറ്റികളും അടങ്ങിയ അവിടെ നിന്നൊക്കെ ഈ മാലിന്യം ഈ ഒരു ചെറിയ പ്രദേശത്ത് കൊണ്ടുവന്ന ഒരു സംസ്കരണം തുടങ്ങി. മുതലാളിമാരാണ് ഇതിന്റെ പിന്നിൽ. അവര് ഉദ്യോഗസ്ഥരെയും അതുപോലെ തന്നെ ചില രാഷ്ട്രീയക്കാരെയൊക്കെ കൂട്ടുപിടിച്ചുകൊണ്ടാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. ഇപ്പൊ ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ ഇന്ന് 26ാം ദിവസമാണ് സമരപ്പന്തൽ കെട്ടി സമരം ചെയ്യുന്നത്. ഗത്യന്തരമില്ലാതെ കോടതിയിലൊക്കെ ഞങ്ങൾ പോയിട്ടുണ്ട്. കോടതിയെ പോലും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഓരോ കടകളിൽ നിന്നും ഓരോ കിലോക്ക് ഇവർ 7 രൂപ വരെ ഇങ്ങോട്ട് വാങ്ങിയിട്ടാണ് ഈ മാലിന്യം ശേഖരിക്കുന്നത്. 36ഓളം വണ്ടികൾ അവരുടെ പേരിലുള്ള വണ്ടികളുണ്ട്. 4 എണ്ണത്തിന് മാത്രമേ ഫ്രീസർ ഉള്ളൂ. ഫ്രീസർ ടു ഫ്രീസർ സമ്പ്രദായമാണ് വേണ്ടത്. അതും ഇവര് മറികടന്നുകൊണ്ട്, കാരണം അവരൊരു 20 കിലോമീറ്റർ ചുറ്റളവില് ഫ്രീസർ വേണ്ട എന്നൊരു രേഖ അവരുണ്ടാക്കി. അതുപോലെ ഓരോ ഇതിന്റെ അളവെടുക്കാന് ശുചിത്വ മിഷൻ ആണ് അളവെടുക്കേണ്ടത്. അവർ പറയുന്നത് ഞങ്ങൾക്ക് അതിനുള്ള സംവിധാനമില്ല. പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് പറയുന്നു 5 മണി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അവിടെ വന്നു നോക്കാൻ കഴിയില്ല. 5 മണിക്ക് ശേഷമാണ് ഇവരുടെ പ്രവർത്തനങ്ങളൊക്കെ അവിടെ ഉണ്ടാവുന്നത്. അതുപോലെ പോലീസ് ഉദ്യോഗസ്ഥരോട് പറയുമ്പോൾ ഞങ്ങൾക്ക് അവിടെ ഇൻസ്പെക്ഷൻ ചെയ്യാൻ കഴിയില്ല. കോടതിയിൽ ഞങ്ങൾ പോയി. കോടതിയിൽ പോയപ്പോൾ കോടതിയെ പോലും ഇവർ തെറ്റിദ്ധരിപ്പിച്ച് കലക്ടറെ കണ്ടംപ്റ്റ് ആക്കി. കലക്ടർ കഴിഞ്ഞ മീറ്റിംഗിൽ പറഞ്ഞു 2 പ്ലാന്റിന് ഇവിടെ നമുക്ക് അനുമതി കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ കോടതിയിൽ നിന്നുണ്ടാക്കിയ രേഖ അവരെ കീശയിലിട്ടുകൊണ്ടാണ് ഈ മുതലാളിമാർ അവിടെ വന്നിരുന്നത്. പിന്നെ കോടതിയിലുള്ള രേഖയിൽ കോഴിക്കോട് ജില്ലയിലേക്ക് 24 ടണ്ണേ ഇവർക്ക് കിട്ടുന്നുള്ളൂ എന്ന് രേഖയുണ്ടായി. കാരണം ഇത് അളക്കേണ്ടത് ശുചിത്വ മിഷനാണ്. ഓരോ കടകളിലൊക്കെ ഇവര് പറയും പോലെ ചെയ്തിട്ടില്ലെങ്കിൽ ആ കടയിൽ നിന്നുള്ള മാലിന്യം ഇവരെടുക്കില്ല. ഇത് മറ്റൊരു ജില്ലയിലേക്ക് കൊണ്ടുപോകാൻ പറ്റുകയില്ല. ഡയറക്ടർ ബോർഡിലൊന്നും അവർ ചിലപ്പോൾ കാണില്ല. പക്ഷെ കേരളത്തിലൊരു മുൻ MLA-യും ഇപ്പോഴത്തെ MLA ഒക്കെ ഇതിന്റെ പിന്നിലുണ്ട്. അത് നിങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിക്കുക. ഉണ്ടത് ഞങ്ങൾ നിങ്ങളോട് പറയുന്നത്. അത് നിങ്ങൾ അന്വേഷിച്ച് ഞങ്ങൾ കണ്ടുപിടിക്കുക. ഞങ്ങൾ ഉറപ്പിച്ച് പറയുന്നുണ്ട് എന്നുള്ളത്. സമരം ജനകീയ സമരസമിതിയാണ് ഇപ്പോൾ ഉള്ളത്. എല്ലാ രാഷ്ട്രീയക്കാരും ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് പ്രതീക്ഷ രാഷ്ട്രീയക്കാരിലായിരുന്നു. ഞങ്ങൾ രാഷ്ട്രീയക്കാരൊക്കെ എല്ലാവരും അടുത്തും ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. അവരൊക്കെ 2 ദിവസത്തെ സമരം ഉണ്ടാവും. ആ 2 ദിവസം സമരം കഴിയുമ്പോഴേക്കും അവരും എല്ലാം മാറി ജനങ്ങൾക്ക് ഒരു വാഗ്ദാനം കൊടുത്തു പോവുകയാണ്. അത് മടുത്തിട്ടാണ് ഞങ്ങളിപ്പോ ഈ സമരത്തിലേക്ക് ജനങ്ങൾ ഒന്നായിട്ട് ഈ സമരത്തിലേക്ക് ഇറങ്ങിയത്. അതിലെല്ലാവരും ഉണ്ട്. പള്ളി കമ്മിറ്റി ഉണ്ട്, അമ്പല കമ്മിറ്റികളുണ്ട്, നാട്ടിലെ സന്നദ്ധ സംഘടനകളുണ്ട്. ഏറ്റവും കൂടുതൽ ഇരകളായിട്ടുള്ള ഒരുപാട് കുട്ടികൾ സമരത്തിൽ. നിങ്ങൾക്ക് ഒരു പ്രത്യേകത കാണുന്നുണ്ടെങ്കിൽ ഞങ്ങളെ മാർച്ചിലും ധർണയിലും ഒക്കെ ഏറ്റവും കൂടുതൽ അമ്മമാരും സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ. പിന്നെ കുട്ടികളും. ഈ കുട്ടികൾക്ക് ഏറ്റവും 7 മണിയാകുമ്പോഴേക്കും കുട്ടികൾ പറയും പെട്ടെന്ന് ഭക്ഷണം തന്ന് ഞങ്ങളെ ഉറക്കി, വാതിലടിച്ച് ജനലടിച്ച് ഉറക്കി. ആരെങ്കിലും ഒന്ന് വന്നു നോക്കിയാൽ മാത്രം നിങ്ങൾക്ക് അവസ്ഥ മനസ്സിലാവും. എന്നിട്ട് ഇന്നലെ അവരൊരു ഡയറക്ടർ ഏതൊരു മാധ്യമപ്രവർത്തകർക്ക് കൊടുത്തത് മണമോ അങ്ങനെ ഒരു സംവിധാനം അവിടെ ഞങ്ങൾ നൂതന സംവിധാനങ്ങളാണല്ലോ അവിടെ ചെയ്യുന്നതെന്നാണ് പറഞ്ഞത്. ഇത്രയും കാലം ഇവര് ജനങ്ങളൊക്കെ പറ്റിച്ചുകൊണ്ടാണ് പോയത്. ഇനി അത് അനുവദിക്കില്ല. കാരണം 30 ടൺ എന്ന് പറഞ്ഞ് ഒരു 150 ടണ്ണോളം അവിടെ പ്രവർത്തിപ്പിച്ച് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് കോഴി മാലിന്യ സംസ്കരണ പ്ലാന്റ് എല്ലാ പഞ്ചായത്തിലും ഉണ്ടാകട്ടെ.
74 പഞ്ചായത്തിലുണ്ടാവട്ടെ, മുനിസിപ്പാലിറ്റികളിലൊക്കെ ഉണ്ടാവട്ടെ, അത് ഇവരെന്നെ എടുത്തോട്ടെ. അതിന് ഞങ്ങൾക്ക് ആർക്കും ഇവര് തന്നെ പ്ലാന്റ്, ഞങ്ങൾ കളക്ടറോട് പറഞ്ഞതാ 10 പ്ലാന്റ് അവർക്ക് തന്നെ കൊടുക്കി. ഒരുപാട് സ്ഥലങ്ങളുണ്ട്, കിനാലൂര് ഗവൺമെന്റ് സ്ഥലങ്ങളുണ്ട്, വടകരുണ്ട്, കൊയിലാണ്ടി ഉണ്ട്, ഇവിടെയൊക്കെ ഗവൺമെന്റ് സ്ഥലങ്ങളുണ്ട്. ആരും ആൾപ്പാർപ്പില്ലാത്ത, പുഴയുടെ തീരത്തല്ലാത്ത ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അവിടെ കൊടുക്കട്ടെ, ഞങ്ങൾക്ക് അവർക്ക് തന്നെ കൊടുക്കാൻ പറഞ്ഞു കളക്ടറോട്. ഇവര് ജനാധിപത്യപരമായി 2021 തന്നെ ഈ സ്ഥാപനം 2019 സ്ഥാപിക്കപ്പെട്ടെങ്കിലും 2021 തന്നെ കട്ടിപ്പാറ പഞ്ചായത്തിലേക്ക് അന്ന് 500ഓളം ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഞങ്ങൾ സമരം നടത്തിയിരുന്നു. തുടർന്ന് വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വത്തിൽ, അതോടൊപ്പം തന്നെ തിരുവമ്പാടി MLA ശ്രീ ലിൻഡോ ജോസഫ് ഇടപെട്ടുകൊണ്ട് കേരളത്തിന്റെ നിയമസഭയിൽ നിയമസഭാ പരിസ്ഥിതി കമ്മിറ്റിയെ ഈ വിഷയം പഠിക്കുന്നതിന് വേണ്ടി ചുമതലപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിന്റെ ഭാഗമായി നിലവിൽ നാദാപുരം MLA ആയ EK വിജയൻ സാറിന്റെ അധ്യക്ഷതയിലുള്ള നിയമസഭാ പരിസ്ഥിതി കമ്മിറ്റി കോഴിക്കോട് വരികയും കോഴിക്കോട് കലക്ടറേറ്റിൽ വെച്ച് ഫ്രഷ് കട്ട് എന്ന വിഷയം ഒരു അജണ്ടയായി ചർച്ച ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. തുടർന്ന് ഈ നിയമസഭാ പരിസ്ഥിതി കമ്മിറ്റി 2023 11/5/2023 ഈ പ്ലാന്റ് വിസിറ്റ് ചെയ്യുകയും ഈ പ്ലാന്റിലെ പ്രവർത്തനങ്ങളെ കുറിച്ച് അവർ സന്ദർശനം നടത്തുകയും ഞങ്ങളുടെ ഇരകളുമായി സംസാരിക്കുകയും ചെയ്തു. നാളിതുവരെ നിയമസഭാ പരിസ്ഥിതി കമ്മിറ്റിയുടെ റിപ്പോർട്ട് പുറത്തു വന്നിട്ടില്ല. വിവരാവകാശ പ്രകാരം കഴിഞ്ഞ ദിവസം ഞങ്ങൾ ആവശ്യപ്പെട്ടപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന മറുപടി ഇതാണ്: ഇതുവരെ നിയമസഭാ പരിസ്ഥിതി കമ്മിറ്റിയുടെ റിപ്പോർട്ട് കേരള നിയമസഭയിൽ വെച്ചിട്ടില്ല എന്നുള്ളതാണ്. സ്ഥലത്താണ് ഈ ഒരു പ്ലാന്റ് സ്ഥാപിച്ചിട്ടുള്ളത്. കോടഞ്ചേരി പഞ്ചായത്ത്, ഓമശ്ശേരി പഞ്ചായത്ത് ഏകദേശം 5000ഓളം കുടുംബങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി. അതിൽ 2500ഓളം കുടുംബങ്ങളെ